അല്ല, ബി ജെ പിന്റെ പരാജയത്തിന് സന്തോഷം തന്നെയുള്ളത്. ബി ജെ പിയുടെ പരാജയം ബി ജെ പി ഒരു തരത്തിലും ഉയർന്നു വരട്ടെ. ഇവിടെ നേമം മണ്ഡലത്തിൽ ബി ജെ പി എങ്ങനെയാ ജയിച്ചത്? UDF സഹായത്തോടുകൂടിയല്ലേ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത്. ആ സ്ഥാനാർത്ഥിയെ പിന്നെ ഇവിടെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻകൈയല്ലേ? തിരുവനന്തപുരത്തുണ്ടായ രാഷ്ട്രീയ നിലപാടല്ലേ അത്? അപ്പോ ഈ ബി ജെ പി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെ ദുർബലപ്പെടുത്തുന്ന ചില വർഗീയ നിലപാടുകൾ UDFുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്ന ഒരു പ്രശ്നം. ആ വിമർശനം ഭാവിയിലും ഞങ്ങൾ ഉയർത്തും. എന്നിട്ട് ഒരു ശരിയായ നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. കേട്ടുകേൾവി പോട്ടെ, നമുക്ക് അതൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണോ? അല്ല, അതൊക്കെ പരിശോധിക്കട്ടെ. നിയമപരമായ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടല്ലോ. നിയമപരമായി നടത്തുന്ന പരിശോധനയിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ആ പ്രശ്നം എടുത്താൽ മതി. ഈ പാലക്കാട് ബിജെപിയുടെ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അത് പരിശോധിക്കണം. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ തന്നെ പരിശോധിക്കണം. ബി ജെ പിന്റെ പഴയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല.